എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റിസ്, 6 of Swords, 3 of Swords, Queen of Swords, 3 of Cups, 3 of Pentacles energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളുടെയും പര്യവസാനവും തുടക്കം എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള ജസ്റ്റിസ് ആൻഡ് 3 of Cups എനർജിയാണ്. വലിയൊരു ആഘോഷം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിൻ്റെയും പുതിയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിൻ്റെയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഘോഷമാവാം ഇത്. ഒന്ന്, നിങ്ങളുടെ ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേസ് വിജയിക്കുന്ന സാധ്യതയുണ്ട്. വഴി തർക്കം, സ്വത്ത് തർക്കം, അതുപോലെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിവിൽ കേസുകളാണ് സൂചിപ്പിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ വാടകയും വീടും അതുപോലുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നുണ്ട്. സ്ഥലം, കട, വാടക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വിജയ സാധ്യതയുണ്ട്. പിന്നെ വസ്തുവകകൾ സംബന്ധിച്ച്, പിന്നെ മറ്റ് ധനം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫ്രോഡ് കേസുകൾ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും എതിരെ നിങ്ങൾ സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്യാദി കാര്യങ്ങളിൽ കേസൊക്കെ വിജയ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആഘോഷം, ഒത്തിരി ധനലാഭം ഉണ്ടാകുന്നുണ്ട് കേസ് ജയിച്ചതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങൾ കമ്പനിക്ക്, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്കെതിരെയുള്ള കേസായിരിക്കാം. നിങ്ങൾ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആയതോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും അങ്ങനെയുള്ളൊരു കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഭാഗ്യദേവത തുണയ്ക്കുന്ന സമയം എന്ന് പറയാം. നിയമദേവത എന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യദേവത തുണയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണെങ്കിൽ കൂടിയും വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ട് എങ്കിൽ അത് തുറന്ന് പറഞ്ഞ് ഒരു കോംപ്രമൈസിലേക്ക്, അതായത് സത്യസന്ധമായിട്ട് അതൊരു കോംപ്രമൈസ് ഔട്ട്സൈഡ് എന്താ പറയുക ലീഗലായിട്ട് പോവാതെ കോംപ്രമൈസിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് പറഞ്ഞ് അതിന് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുത്ത് അതവിടെ തീർക്കുക. കാരണം ഇവിടെ ഒരു അഹം എന്നുള്ളൊരു ഭാവം കൂടി വരുന്നുണ്ട്, അതാണ്. അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെങ്കിലും കേസിന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കോംപ്രമൈസിന് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 6 of Swords ആൻഡ് Queen of Swords എനർജി കണക്ഷൻസ് ആണ്. യാത്രയാണ് സൂചിപ്പിക്കുന്നത്, വിദേശയാത്ര സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ഇപ്പോൾ വിസയ്ക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, 2-3 തവണ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളവർ ഈ പ്രാവശ്യം വിസ റെഡിയാവുന്നുണ്ട്. ഏപ്രിൽ മാസം നിങ്ങൾക്ക് വിസ റെഡിയായി എന്നുള്ളൊരു കാര്യം, ആ ഒരു ശുഭവാർത്ത കേൾക്കാം. റെസിഡൻസ് പെർമിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ റെഡിയാവുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് യാത്രാ സംബന്ധമായിട്ടുള്ള രേഖകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം, ഏപ്രിൽ മാസം. ഡോക്യുമെൻറ്റേഷനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ അധികം ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് മറുപടി വരാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ആയിരിക്കും, യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ പലയിടത്തു നിന്നും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കാര്യം, ഇപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. പിന്നെ ഓഫീസ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും നല്ല വാക്ക് കേൾക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം.
പിന്നെ വിദേശത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട്, കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, ഉദ്യോഗക്കയറ്റമൊക്കെ കിട്ടുന്ന സമയമാണ്. നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മേലധികാരികളൊക്കെ നിങ്ങളുടെ വർക്കിൽ വളരെ സന്തുഷ്ടരാകുകയും മറ്റും ചെയ്യുന്നു. അതുകൊണ്ട് ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഹൈ പൊസിഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പല കാര്യങ്ങളും ഒരു നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതേപോലെ തന്നെ 3 ഓഫ് സോർഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് സങ്കടവും ദുഃഖവും ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ്, നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നൊരു മാസമാണ് ഈ ഒരു മാസം. എക്ലിപ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സോളാർ എക്ലിപ്സിനൊക്കെ ശേഷം ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. അത് സോളാർ എക്ലിപ്സ് ഏറീസിലാണ്. അപ്പോൾ അതായത് മേടക്കൂറ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല കാര്യങ്ങളിനേക്കാൾ മികച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആഘോഷം. ചില ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് ചിന്തിക്കുന്ന ആ ബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ടേക്ക് വലിക്കുന്ന ബന്ധങ്ങളായിരുന്നു, മറിച്ച് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മികച്ച ഫ്രണ്ട്ഷിപ്പ്, നല്ല നല്ല സൗഹൃദങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും അതല്ലാതെ പേഴ്സണൽ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പ്, പുതിയ സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു സങ്കടത്തിൽ നിന്ന് ഒരു സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളത്. ഇത് ചിലപ്പോൾ പുതിയ ജോലിയുടെ, പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷം കൂടിയിട്ടാവാം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും സെലിബ്രേഷനാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഘോഷമാവാം, സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേരുന്നതിൻ്റെ ഒരു ആഘോഷമാവാം, റീയൂണിയനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം. വളരെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതുമായിട്ട് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആകാം ഇത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, നിങ്ങളുടെ ഫാമിലിയോ മറ്റുള്ളവരായിരിക്കും നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എനർജി കാണിക്കുന്നു. അതേപോലെ 6 ഓഫ് സോർഡ്സ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിരിക്കും. പൊതുവേ നിങ്ങൾ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ്, കലാപരമായിട്ടൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ അടുത്തിടയ്ക്കായിട്ട് ജോലി സംബന്ധമായിട്ട് കുടുംബ അന്തരീക്ഷം പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി അതിലൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളുടെ പാഷനെ പിന്തുടരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും മുമ്പിൽ നിന്ന്, അതായത് സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളുകൾ സെൻറ്റർ ഓഫ് അട്രാക്ഷനൊക്കെ ആയി മാറാൻ നിങ്ങൾക്കൊരു ഭയമൊന്നുമില്ല. നിങ്ങൾ എല്ലാത്തിനും മുന്നിട്ടിറങ്ങി ഇനിഷ്യേറ്റ് ചെയ്ത് സ്വയം മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആ ഒരു ഭയമൊക്കെ മാറിക്കിട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെയധികം ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ്, ടീം മീറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫറൻസ്, വിദ്യാർത്ഥികളാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോൺഫറൻസ്, ജോലി സംബന്ധമായിട്ടുള്ള പ്രസൻറ്റേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കുറച്ച് ആളുകളുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഴിവുണ്ട് കലാപരമായിട്ട്, പക്ഷേ ഈ ആളുകളുടെ മുമ്പിൽ സ്റ്റേജ് ഫിയർ ഉണ്ട്. ഇതൊക്കെ ഉള്ളവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത് എന്നുള്ളത് കാണിക്കുന്നു. ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് പോകാനും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് പോകുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു അതായത് കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ കാണിക്കുന്നത്. ജോലിയുള്ളവരാണെങ്കിലും
നമ്മൾ ടീം വർക്ക് ചെയ്യുകയാണെങ്കിലാണ് സാധ്യതകളേറെ, വിജയ സാധ്യതകൾ. പാർട്ട്ണർഷിപ്പിലാണെങ്കിലും ഒക്കെ വിജയ സാധ്യതകൾ ടീം വർക്കിനാണ് കൂടുതൽ. അപ്പോൾ അത് നല്ലൊരു പുതിയ കൊളാബറേഷനൊക്കെ വരുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് സൗഹൃദ കൂട്ടായ്മയുടെ തൃപ്തിയും സന്തോഷവും ഒക്കെ കാണുന്നൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.